അശ്വ പോയി. നമ്മൾ ആ ഐസ്ക്രീം ബോംബിന്റെ പവർ കണ്ടതല്ലേ? അപ്പൊ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ ഒക്കെ പവർ എന്തായിരിക്കും അല്ലേ? ഒരു വലിയ ബംഗ്ലാവൊക്കെ പൊട്ടിക്കാനായിട്ട് ഒരൊറ്റ സിലിണ്ടർ മതി. അല്ല, സാറിന്റെ ക്വാർട്ടേഴ്സിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഇല്ലേ? സൂരജിന് ഞാൻ പറയാം. മുമ്പത്തെ മൈനസ് ഉണ്ട്, ആ കോയിനെടുത്ത് വെച്ചോ. സാറേ, സുന്ദരം വിളിച്ചു. അവൻ വരുന്ന വഴിക്ക് ഡിവൈപിക്കാരും AICP ആളുകളും തമ്മിലൊരു കശപിശ. അവന് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സാർ അവിടെ വരെ ഒന്ന് ചെല്ലാമെന്ന് ചോദിച്ചു. സാറേ, ആ അടികൊള്ളുന്നവനാണ് സൂരജ്. പണ്ട് ഇവിടുന്ന് നാട് കടത്തിയുള്ള ചിലർ ഇന്നലെ രാത്രി അവനെ കാണാമെന്നൊന്നും പറഞ്ഞ തല്ലുന്നത്. സൂരജ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു സാറേ. അതിന്റെ നോട്ടീസ് അവന്മാരാ കീറിക്കളയുന്നത്. ഞാനൊന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയതാ. ജനാധിപത്യ വിശ്വാസികളെ, നിരാലംബനായ ഒരു ചെറുപ്പക്കാരനെ രണ്ടു ഗുണ്ടകൾ പ്രഹരിക്കുമ്പോ നാട്ടുകാർ നോക്കി നിൽക്കുന്നു, ചെറുപ്പക്കാർ നോക്കി നിൽക്കുന്നു. എന്നാൽ ഒരു നിയമപാലകന് അത് നോക്കി നിൽക്കാനാവില്ല സുഹൃത്തുക്കളെ. ഗുണ്ടാ സഹോദരങ്ങൾക്ക് പൊറുക്കാൻ അപേക്ഷിക്കുന്നതാണ് ഉത്തമം. ഇവിടെ ഒരു പോലീസ് അവന്റെ ഷോ വേണ്ട, എടുത്തോട്ട് പോടാ. ഇല്ലെങ്കിൽ എവിടുന്ന് വന്നാലും ശരി, ഇവന്റെ പണി കഴിയുന്നവരെ നിനക്കൊക്കെ ആവശ്യമുണ്ടാവും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് മറ്റൊന്നുമല്ല, കുരുന്നുകണ്ണിൽ ക്രൂരതയുടെ കൂരമ്പ് കൊള്ളാതിരിക്കാൻ ഒരു കുഞ്ഞു കരുതൽ. ഗുണ്ടാ സഹോദരങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി മുന്നോട്ട് വരാം. ചക്കപ്പൂഞ്ഞ് പോലുള്ള ചങ്കൊക്കെ ഇത്രയേ ഉള്ളൂ കുഞ്ഞെ. എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ചങ്ക് വേണം. അതിന് നീ നിന്റെ തന്തയ്ക്ക് ജനിച്ചാ പോരാ, എന്റെ തന്തയ്ക്ക് ജനിക്കണം. ഉമ്മറിനെ തൂക്കണം. ഉമ്മറിനെ തൂക്കുമോ? റസാക്കിനെ കെട്ടിത്തൂക്കണം. റസാക്കിനെ എന്ന് തൂക്കും? ബിജുവിനെ തൂക്കണം. കളരിയുദയനെ തൂക്കുമോ? ഉമ്മറിനെ തൂക്കണം. ഇതിലും ഉമ്മറിനെ തൂക്കണം എന്നാണ്. ഉമ്മർ ഇതിപ്പോ കൊറേ ആയി സാറേ. ഇതൊക്കെ കുറെ കണ്ടതാ. അമർനാഥിനെ തൂക്കാൻ SI സാറിന് ധൈര്യമുണ്ടോ? അതെഴുതിയവന്റെ പേര് വായിക്കും. ഒരൊറ്റ ആളും പേര് വെച്ചിട്ടില്ല സാറേ. ഈ തൂക്കേണ്ടവന്മാരുടെയൊക്കെ കംപ്ലീറ്റ് ഹിസ്റ്ററി എനിക്ക് കിട്ടണം. അതൊന്നും ഇവിടെ ഇല്ല സാറേ. സാറേ, ആ ഡോക്ടർ ഒന്ന് കുറെ നേരം കാത്തിരിക്കുന്നു. ആ കുഞ്ഞിനെന്തോ വാക്സിനേഷൻ ഉണ്ട്. സാർ ഒന്ന് കണ്ടാൽ നന്നായിരുന്നു. ഓ, ഓക്കെ. സാറിനെ പറ്റി ചോദിച്ചോ സാർ? എന്റെ പേര് സംഗീത, ഡോക്ടർ സംഗീത. ഹൈദരാബാദ് ബേസ്ഡ് ആണ്. അമറിന്റെ കസിനോ. അമറിനെ വരാൻ പറ്റാത്തതുകൊണ്ട് സാറിനോട് ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മാഡം, വേറെ ആരും ശ്രദ്ധിക്കണ്ട, സാറിന്റെ മുഖത്തേക്ക് പറഞ്ഞോളൂ. സാർ നഞ്ചങ്കോട്ടയിൽ വന്നതേ തെറ്റ്. പിന്നെ ഇനിയും കളിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കാലി ചെക്കന്മാരോടൊപ്പമുള്ള സാറിന്റെ കള്ളനും പോലീസും കളി, അത് കക്കൂസില്ലാത്തവന്മാര് വെളിക്കിറങ്ങുന്നിടത്തായിക്കൊള്ളണം. അമറിന്റെ മുറ്റത്ത് വേണ്ട. അപ്പോ ഇതൊന്നും മനസ്സിൽ വെച്ചേക്ക. വരട്ടെ. MP വിജയാനന്ദന്റെ ഒരേ ഒരു മോളാണ്. പഠിച്ചില്ലയോ സംഭവം ഡോക്ടറെ. ഹൈദരാബാദിൽ ജിജോ എന്ന് പറയുന്ന ഒരുത്തന്റെ കൂടിയായിരുന്നു.
കെട്ടിയല്ലോ കുട്ടിയെ. അപ്പോഴാണ് ജിജോയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയത്. ഡോക്ടർമാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. പക്ഷെ ജിജോയ്ക്ക് അധികം നാൾ അവിടെ കിടന്ന് നരകിക്കേണ്ടി വന്നില്ല. ഇവിടെ കൊല്ലും കൊലോളിയുമായി നടന്നിരുന്ന അമർനാഥ് ഹൈദരാബാദിൽ ചെന്ന് അവനെ പറഞ്ഞു വിട്ടു. പ്രഗ്നന്റ് ആയിരുന്ന സംഗീതനെ അമർനാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.